അംബാസഡർ കാറിൻ്റെ ഫ്യൂവൽ ലിഡ് റൈറ്റ് സൈഡിലാണല്ലോ വരുന്നത്. ഇത് ലെഫ്റ്റ് സൈഡിലും കാണുന്നില്ല. അപ്പോൾ ഇതൊരു ഇലക്ട്രിക് കാറാണോ? നമ്മുടെ ഇപ്പം വെള്ളം സ്പ്രേ ചെയ്യുന്നതിൻ്റെ ടൈമർ ഇതാണ്. ലംബോ സപ്പോർട്ടുണ്ട്, ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ട്, നമുക്ക് ബാക്കിലോട്ട് അഡ്ജസ്റ്റ് ചെയ്യാം. എല്ലാം ഫുള്ളി ഇലക്ട്രിക്കലാണ്. ഇതൊരു അംബാസഡർ കാറാണ്. നമ്മളെല്ലാം കാണുമ്പോൾ സാധാരണ ഒരു കാർ പോലെ അല്ലേ? ഇത് ദ മോസ്റ്റ് പവർഫുൾ അംബാസഡർ കാർ മാനുഫാക്ചർഡ് ബൈ ഹിന്ദുസ്ഥാൻ മോട്ടോഴ്സ് ആണ്. എന്താണ് കാര്യം എന്നല്ലേ? വെൽക്കം ടു യെറ്റ് അനദർ എപ്പിസോഡ് ഓഫ് വീലോസിറ്റി. ഇത് ഇസുസു ടർബോ ഇൻ്റർകൂൾ 2400 cc എൻജിനാണ്. അപ്പം അംബാസഡർ കാറിൽ ടർബോ എൻജിൻസ് നമ്മൾ കേട്ടിട്ടില്ല. ഈ ഒരു വാഹനം കേരളത്തിൽ ആ കാലത്ത് ഒരു 10 യൂണിറ്റ്സ് കൂടുതൽ വിറ്റിട്ടുണ്ടാവില്ല. ഇതിൽ ലൈവായിട്ടുള്ളത് ഇപ്പം വിരലിൽ എണ്ണാവുന്നത് പോലും ഉണ്ടെന്ന് തോന്നുന്നില്ല. ബിലോ ഒരു 5 കാസേ ഉണ്ടാകാൻ സാധ്യതയുള്ളൂ. ഇത് തികച്ചും നമ്മളിപ്പോൾ ഒരു ന്യൂ ജനറേഷൻ കാർ ഡ്രൈവ് ചെയ്ത് പോകുന്ന പോലത്തെ ഒരു കംഫർട്ടാണ്. റാദർ ഒരു പെട്രോൾ അംബാസഡർ ഓടിക്കുന്നതിനേക്കാൾ കംഫർട്ടാണ്. അംബാസഡർ കാറിൻ്റെ ഫ്യൂവൽ ലിഡ് റൈറ്റ് സൈഡിലാണല്ലോ വരുന്നത്. ഇത് ലെഫ്റ്റ് സൈഡിലും കാണുന്നില്ല. ഇവിടെയാണ് ഫ്യൂവൽ ലിഡ്. ഇത് എന്താ പറയുക, ഇതിൻ്റെ ഓണർ കുറേ കസ്റ്റമൈസേഷൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ചെയ്ത ഒരു കാര്യമാണ്. മെയിൻ റീസൺ, അംബാസഡർ കാർ ഉള്ളവർക്കെല്ലാം അറിയാം, ഫ്യൂവൽ അടിച്ചു കഴിഞ്ഞാൽ സ്പിൽ ഓവറായിട്ട് ബോഡിയിൽ കംപ്ലീറ്റ് അതിൻ്റെ കറയുണ്ടാകും. അത് അവോയ്ഡ് ചെയ്യാനാണ് ഇങ്ങനെ ഒരു മെക്കാനിസം ചെയ്തിരിക്കുന്നത്. ഇത് അത്ഭുതങ്ങളുടെ ഒരു കലവറയെന്നൊക്കെ പറയാം. ഈ ഒരു ബോട്ട് തുറന്നപ്പോഴാണ് വേറൊരു കാര്യം ശ്രദ്ധിക്കുന്നത്. ഒരു ജെറി ക്യാൻ ഇരിക്കുന്നു, അതിനോട് ചേർന്നൊരു മോട്ടറും കാര്യങ്ങളുമൊക്കെ. ഇതൊക്കെ എന്താണെന്ന് പോലും നമുക്ക് കണ്ടിട്ട് മനസ്സിലാവുന്നില്ല. അതുകൊണ്ട് സ്ട്രെയിറ്റ് ഫ്രം ദ ഹോഴ്സസ് മൗത്ത് നമുക്ക് ഓണറിനോട് തന്നെ ചോദിക്കാം. ചാർലി ചേട്ടാ, ഇതെന്താണ് സെറ്റപ്പ്? ഇത് ഇതുവരെയും കണ്ടിട്ടില്ലല്ലോ. എന്താണ് സംഭവം? സ്വന്തം കരവിരുത. ജസ്റ്റ് ഒരു 4-5 ദിവസം ആയുള്ളൂ ഇത് ചെയ്തിട്ട്. നമ്മുടെ പൊതുവേ അംബാസഡറിന് മൊത്തം കംപ്ലൈൻ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഹൈ റേഞ്ച് രീതിയിൽ പോകുമ്പോൾ വണ്ടി ചൂടാവുന്നുണ്ട്. അല്ലെങ്കിൽ ടൗൺഷിപ്പിൽ നിർത്തിയിട്ടേക്കുമ്പോൾ ഒരു അരമണിക്കൂറൊക്കെ കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ടെമ്പറേച്ചർ കയറും. ബൗണ്ട് ടു ഹാപ്പൻ. ലിക്വിഡ് കൂൾഡ് എൻജിൻസ് ആണല്ലോ. ഇന്റർകൂളർ ആയാൽ പോലും ഈ വണ്ടി ഇന്റർകൂളർ എഞ്ചിനാണ്. എന്നിട്ട് പോലും ടെമ്പറേച്ചർ ചിലപ്പം വരുന്നുണ്ട്. അത് കയറ്റം കയറുമ്പോഴല്ല, സിറ്റി ഡ്രൈവില് ബമ്പർ AC ഇടുമ്പോ. നോൺ AC-യിലില്ല, AC ഇടുമ്പോ മാത്രമേ ഉള്ളൂ. അപ്പൊ അത് ടെസ്റ്റ് ചെയ്യണം. അതെങ്ങനെ റെക്ടിഫൈ ചെയ്യാം. ലോങ് ട്രിപ്പ് പോകുന്നുണ്ട് ഈ വണ്ടി. അപ്പൊ അതെങ്ങനെ റെക്ടിഫൈ ചെയ്യാം. ചിലപ്പം അല്പസമയമൊക്കെ നമ്മൾ വിശ്രമിക്കാൻ ഉച്ച സമയത്തൊക്കെ നിർത്തുമ്പോൾ ടെമ്പറേച്ചർ ഇങ്ങനെ കയറിപ്പോയാൽ നമുക്കത് ബുദ്ധിമുട്ടാവും. അതിനാണ് കണ്ടുപിടിച്ച് ഞാൻ പല എക്സ്പെരിമെന്റ് നോക്കിയതിന് ശേഷമാണ് ഞാൻ ഇതിലേക്ക് വന്നത്. എക്സ്പെരിമെന്റ് ചെയ്തെന്ന് പറഞ്ഞാൽ എങ്ങനെ? യൂട്യൂബിലൂടെ ആണോ? അല്ല, ഞാൻ എൻ്റെ സ്വന്തം കഴിവില് ഐഡിയയിൽ ഞാൻ നോക്കി ടെസ്റ്റ് ചെയ്ത് ഓരോന്ന് ടെസ്റ്റ് ചെയ്ത് പലരുടെ അഭിപ്രായങ്ങൾ ചോദിച്ചു. അത് ചെയ്താൽ ഇങ്ങനെ പ്രശ്നമുണ്ടോയെന്ന് അത് നമ്മൾ ചോദിക്കണമല്ലോ. എന്നെക്കാളും എക്സ്പീരിയൻസ് ഉള്ളവർ ഇഷ്ടം പോലെ ഉണ്ട്. തീർച്ചയായിട്ടും. അങ്ങനെ ചെയ്ത് അഭിപ്രായം അറിഞ്ഞതിന് ശേഷം ചെയ്തതാണ്. ഇത് ചെയ്തേക്കുന്നതെന്ന് പറഞ്ഞാൽ ആക്ച്വലി ഒരു 25 ലിറ്ററിൻ്റെ ജാറാണ് വെച്ചേക്കുന്നത്. ഇതിനകത്തുനിന്ന് വെള്ളം സ്പ്രേ ചെയ്യും. നമ്മൾ അകത്ത് സ്വിച്ച് വെച്ചിട്ടുണ്ട്. ടൈമർ ഞാൻ വെച്ചിട്ടുണ്ട്. ടൈമർ ഇതാണ്. ഇത് തിരിച്ചു വെച്ച് കഴിഞ്ഞാൽ 5 മിനിറ്റ്സ് ആണ്. 5 മിനിറ്റ്സ് കണ്ടിന്യൂസ് അവിടെ സ്പ്രേ ചെയ്തുകൊണ്ടിരിക്കും. ഓട്ടോമാറ്റിക്കായിട്ട് അത് തീരുകയും ചെയ്യും. അങ്ങനെയാണ് അത് സെറ്റ് ചെയ്തേക്കുന്നത്. അപ്പം സ്വിച്ച് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരുപക്ഷെ മറന്നു പോകാം. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അകത്ത് ടൈമറും കൊടുത്തിട്ടുണ്ട്. ഒരു 5 മിനിറ്റ് ടൈമർ സെറ്റ് ചെയ്ത് വെച്ചാൽ 5 മിനിറ്റ് അവിടെ വെള്ളം സ്പ്രേ ചെയ്യും. കണ്ടൻസറും റേഡിയേറ്ററും കൂളാക്കിക്കൊണ്ടിരിക്കും വെള്ളം സ്പ്രേ ചെയ്ത്. നമ്മൾ അവിടെ വെച്ചേക്കുന്ന ടാങ്കിനകത്തുനിന്ന് വെള്ളം ഇവിടെ റേഡിയേറ്ററിനകത്ത് 4 നോസിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ കണ്ടൻസറിലും 2 നോസിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു യൂണിറ്റ് സാധനം വെള്ളം കുടിക്കുന്ന വെള്ളമാണെങ്കിൽ ആ കുടിക്കുന്ന വെള്ളം നമ്മുടെ ക്യാബിനകത്ത് കൊണ്ടുവരാം. അത് ചെയ്തില്ല. അതിൻ്റെ ഒരു സാധനം കിട്ടാഞ്ഞുകൊണ്ട് വെയിറ്റ് ചെയ്യുക. യൂണിറ്റ് എല്ലാം അവിടെ വന്നിട്ടുണ്ട്. ആ ഒരൊറ്റ സാധനം കിട്ടാത്തത് കൊണ്ട് മാത്രം അത് ചെയ്തിട്ടില്ല.
ടെയിൽ ലാമ്പും കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആണ്. ഒരു ബ്രിട്ടീഷ് ഫ്ലാഗിന്റെ ഡിസൈൻ പോലെയൊക്കെ തോന്നുന്ന രീതിയിലുള്ള ഒരു ലൈറ്റിംഗ് ആണ് അല്ലേ? അത് ഞാൻ ഇതും നമ്മൾ സ്വന്തമായിട്ട് ഒരു ഇതിനെ കൊണ്ട് ചെയ്യിച്ചെടുത്തതാണ്. കസ്റ്റം ചെയ്തതാണ്. ഞാൻ പറഞ്ഞു ഈ മിനി കൂപ്പറിൻ്റെ ഒരു സെയിം പാറ്റേൺ ആണ് അതിൽ ചെയ്യിച്ചെടുത്തത്. ആരും ഇതുവരെ ചെയ്ത് കണ്ടിട്ടില്ല. അതുകൊണ്ട് ഞാൻ ഒരു വെറൈറ്റി ഇരിക്കട്ടെ എന്ന് വിചാരിച്ച് ചെയ്തതാണ്. പിന്നെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എനിക്ക് തോന്നിയത് ഇതിൻ്റെ കളറ് തന്നെയാണ്. ഈ ഒരു കളറും മിക്സിംഗ് ആയിരുന്നു. മിക്സ് ചെയ്ത് എടുക്കുന്നതാണ്. വേറെ ഏതെങ്കിലും വണ്ടിക്ക് ഇതുവരെ കണ്ടിട്ടില്ല. അംബാസഡർ അല്ല, വേറെ ഒരു വണ്ടിക്ക് ഞാൻ കണ്ടിട്ടില്ല. ഏകദേശം ഇതേപോലെ വരുന്നുണ്ട്, ഔഡിക്കൊക്കെ വരുന്നുണ്ടെന്ന് പറയുന്നത്. എനിക്ക് അത്രയും ഞാൻ കണ്ടിട്ടില്ല. മൊത്തം അങ്ങനെ ചെയ്തിരുന്നു. വെയിലത്തിടുമ്പോൾ വേറൊരു പാറ്റേൺ, വേറൊരു ലുക്കാണ്. അത് കുറച്ചും കൂടെ ഡാർക്ക് ബ്ലൂ ആവും. നൈറ്റിലെടുക്കുമ്പോൾ ഇത് ബ്ലാക്ക് ആണോ എന്ന് അറിയത്തില്ല, ഒന്നും ബ്ലൂ ആണ്. ആ രീതിയിലാണ് 2-3 ഷെയ്ഡായിട്ട് മാറും. ഇതാണ് ഈ ബാജിന് സ്റ്റിക്കറും ഒക്കെ ഒറിജിനലാണ്. ടർബോ ഞാനിപ്പം ചെയ്തതാണ്. ഡീസൽ ആ കമ്പനി വരുന്നത് അല്ലേ? അതിന്റെ ബാജ് അതുകൊണ്ട് അത് അവിടെ സൈഡിൽ ഒരെണ്ണം വരും, അത് ഇളകിപ്പോയി. പെയിന്റ് അടിച്ചപ്പോൾ ഇളക്കിയതാണ്. ടർബോ ബ്ലാക്കിൽ വരും. ഗ്ലാസ് ഫുൾ ഒട്ടിച്ചിരിക്കുന്നതിന്റെ കാര്യം ചൂട് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളത് ചെയ്തത്. ഇവിടുന്ന് അടിക്കുമ്പോൾ കറക്റ്റ് മൊത്തത്തിൽ വേണ്ട, ചിലർ മൊത്തത്തിൽ ഒട്ടിക്കും. ഒട്ടിച്ചാലും കുഴപ്പമൊന്നുമില്ല, നല്ലതാണ്. എനിക്ക് കൂടുതലും നമ്മുടെ ഇവിടെയാണ് മിക്ക വണ്ടികളിലും, നമ്മുടെ ഏത് വണ്ടികളുടെ എഞ്ചിന്റെ ഭാഗത്ത് ഇവിടെയാണ് കൂടുതൽ ചൂടടിക്കുന്നത്. ഫയർവാൾ കംപ്ലീറ്റ് ഇൻസുലേറ്റ് ചെയ്തിട്ടുണ്ട്, അകത്തും ചെയ്തിട്ടുണ്ട്. ഞാൻ പുറത്ത് പിന്നെ അത്രയും ഒരു ഭാഗം എഞ്ചിന്റെ നടുക്ക് വരുന്ന ഭാഗമാണ് അത് അത്രയും ചെയ്തത്. സോ എഞ്ചിൻ റൂമിനകത്തും ക്യാബിനകത്തും ഈ ഇൻസുലേഷൻ ചെയ്തിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ 2 ലെയർ ഓഫ് ഇൻസുലേഷൻ ഉണ്ട് അല്ലേ? അത്രയും ഹീറ്റ് ആ ഇൻസുലേഷൻ ചെയ്തതിന് ശേഷം ഈ ഊളൻ അതിൽ വരുന്നതാണ്. ഇവിടെയും വരുന്നുണ്ട്, അകത്തും വരുന്നുണ്ട്. അപ്പം കറക്റ്റ് പറഞ്ഞാൽ 4 സാൻഡ്വിച്ച് പോലെ അല്ലേ? ശകലം പോലും ചൂട് അകത്തോട്ട് വരുന്നില്ല, AC ഇല്ലെങ്കിൽ പോലും. ഇതാണ് ആ 2400cc 85 bhp ഇസുസു എഞ്ചിൻ അല്ലേ? ഇത് ഏത് സീരീസ് ആണ് എഞ്ചിൻ? 4FG1 എന്ന് പറയുന്ന മോഡലാണ്. 4FG1 എന്ന് പറഞ്ഞാൽ മറ്റേ ഇസുസു ട്രൂപ്പറിന് വരുന്ന എഞ്ചിനാണ്. ഇസുസു ട്രൂപ്പർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്ത്യയിൽ ടവേര അല്ലേ? ടവേര വരുമ്പോൾ കുറച്ചും കൂടെ ടോർക്ക് കൂടുതലായിരിക്കും അതിന് വരുന്നത്. അത്രേ ഉള്ളൂ അതിനുമായിട്ട് വ്യത്യാസം. പിന്നെ ഒക്കെ സെയിം ആണോ? BHP എല്ലാം വ്യത്യാസമുണ്ട്. അപ്പൊ ഇത് കുറച്ചുകൂടെ പവർ ഓറിയന്റഡ് ആയിട്ടുള്ള എഞ്ചിനും മറ്റേത് മൈലേജും കിട്ടും. 17-18 അപ് ടു 19 വരെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. മറ്റേത് ഒരു 4-wheel ഡ്രൈവും വരുമ്പോ ഒരു 12 ഒക്കെ സംതിങ് ആണ് അതിൽ വരുന്നത്. അല്ല, ടോർക്ക് കൂട്ടുന്ന ആ ഒരു ഓഫ് റോഡ് കേപ്പബിലിറ്റി ഒന്ന് കൂട്ടാൻ വേണ്ടി ടോർക്ക് കൊടുത്താലേ പറ്റത്തുള്ളൂ. ഇതിനകത്ത് കുറെ സംഭവങ്ങളൊക്കെ എന്തോ കണ്ടിട്ടില്ലാത്ത കൂളറിന്റെ ആണ്. ഇതാണ് ലൈൻ പോകുന്നത്, ഉള്ളിലോട്ട് പോകുന്നത്. ടർബോ ഇതിനകത്തായിരിക്കുന്നത്. ടർബോ ഇവിടെ വരുന്നത്, അവിടെയാണ് ടർബോ വരുന്നത്. ഇതെന്താണ് ഈ ഒരു? അത് പവർ ബ്രേക്ക് അല്ലേ? മറ്റേ ഷോർട്ട് പുട്ടിന്റെ ബോൾ അതുപോലെ ഇത് HM-ന്റെ തന്നെയാണോ? വേറെ ഒന്നും നമ്മൾ ചെയ്തിട്ടില്ല. ഈ പവർ ബ്രേക്കിന്റെ മറ്റേ സാധാരണ ഇസൂസിന്റെ ഇങ്ങനെയല്ലല്ലോ? വരത്തില്ല, അതിനില്ല. ഇത്രയും പവർഫുൾ ആയിട്ടുള്ള എഞ്ചിൻ ആയതുകൊണ്ട് എക്സ്ട്രാ ഒരു പവറിന് വേണ്ടിയിട്ടാവും അല്ലേ? ബ്രേക്ക് നല്ല പെർഫോമൻസ് ആണ് ചെയ്യുന്നത്. ഈ ടർബോ സാധാരണ ഉള്ള നാച്ചുറലി ആസ്പിറേറ്റഡ് വെഹിക്കിൾസിന് ടർബോ ആക്കാൻ പറ്റാത്തതിന്റെ ഒരു റീസൺ ഇതിൽ ECU ഇല്ല അല്ലേ? ഈ വാഹനത്തിന് അതുണ്ടോ? ഉണ്ട്. ഏത് വാഹനത്തിന്റെ ആണെന്ന് പറയാൻ പറ്റുമോ? ഈ ഇൻഡിക്കേറ്റർ റാംഗ്ലർ ജീപ്പിന്റെ ആണ്. ജീപ്പ് റാംഗ്ലറിന്റെ 2015 വരെ വരുന്ന മോഡലിന്റെ ഉപയോഗിക്കുന്നതാണ്. അതായത് അതിന്റെ ഹെഡ് ലാമ്പ് റൗണ്ട് ആണ്, അതിന്റെ സൈഡിൽ വരുന്ന ആ കുഞ്ഞു സാധനം അതാണോ? അതാണ്. ഈവൻ ഹെഡ് ലാമ്പ് പോലും നമുക്ക് ഇവിടെ ആക്സസറീസ് കിട്ടുന്ന സാധനമാണ്. അതുപോലെ നമ്മുടെ ഈ ഇൻഡിക്കേറ്ററും ഷെവർലെ കാപ്രിസിന്റെ ഇൻഡിക്കേറ്റർ ആണ് ഇത് ചെയ്തേക്കുന്നത്. ഇതിപ്പോ 2 കീ ആണല്ലോ ഇവിടെ കാണുന്നത്. 2 കീ എന്ന് പറഞ്ഞാൽ അംബാസഡറിന് ഒരു സിംഗിൾ മാസ്റ്റർ കീ അല്ല എന്നുള്ളത് അറിയാം, പക്ഷെ ഇഗ്നിഷന് തന്നെ 2 കീ കാണുന്നുണ്ട്. അതെന്താ സംഭവം എന്ന് പറഞ്ഞാല് ഈ ഡാഷ്ബോർഡ് നമ്മുടെ പഴയ നൊസ്റ്റാൾജി ആയതുകൊണ്ട് അത് വെച്ചപ്പോൾ അതിന്റെ ചാവി അവിടെ വേണമെന്ന്, സ്റ്റാർട്ടിങ് അതിൽ വേണമെന്ന് വിചാരിച്ചു. അങ്ങനെ അതിൽ ചെയ്തതാണ്. ഇവിടെ ഈ താക്കോല് ഒറിജിനലി കമ്പനി OE ആണ്. ഇതിനകത്ത് സ്റ്റിയറിംഗ് ലോക്ക് ഉള്ളതുകൊണ്ട് അതും ജസ്റ്റ് ഒന്ന് സ്റ്റിയറിംഗ് ലോക്കിന് വേണ്ടി ഒന്ന് ഓൺ ആക്കണം എന്ന് മാത്രമേ അതിനുണ്ട്. അതുപോലെ തന്നെ
ഇവിടെ ഈ സ്വിച്ചുകളുള്ളത്, ഇത് ഹെഡ്ലൈറ്റിൻ്റെ സ്വിച്ച് ഇവിടെയുണ്ട്, ഇതും ഓണാക്കാം, ഇവിടെ ഓണാക്കാം. കമ്പനി വരുന്ന OE ഇവിടെയാണ് വരുന്നത്. ഇതിൽ വന്നപ്പോൾ ഇവിടെ കൊണ്ടുവന്നു. വൈപ്പറിൻ്റെ സ്വിച്ച് ഇതിലും ഉണ്ട്, ഇവിടെയും ഉണ്ട്. ഈ ഡാഷ്ബോർഡിനകത്ത് വരുന്ന എല്ലാ മീറ്ററും ഉണ്ട്, ഇത്രയും മീറ്റർ വരുന്നില്ല. പിന്നെ ഇത് എക്സ്ട്രാ, ഇതും ക്യാപ്രസ് ലൂമിനയുടെ ഡിജിറ്റൽ ക്ലോക്കാണ് വരുന്നത്. ഇസൂസു വന്നപ്പോഴേ ശരിക്കും പറഞ്ഞാൽ ഫ്ലോ ഷിഫ്റ്റ് ആണ് വന്നത്, പ്ലാറ്റ്ഫോം ഗിയർ ആണ്. ഇത് കോളം ഷിഫ്റ്റ് ആണല്ലോ കാണുന്നത്. അത് ഞാൻ ചെയ്തെടുത്തതാണ്. ഇതും കസ്റ്റമാണ്. ഇത് ആരും ഇതുവരെ ചെയ്തിട്ടില്ല എന്നാണ് എൻ്റെ അറിവ്. അത് ഇസൂസുവിൽ ചെയ്തിട്ടുണ്ട്. ഇസൂസുവിന്റെ നോർമൽ എഞ്ചിനകത്ത് ചെയ്യാം. പക്ഷേ ഇസൂസുവിന്റെ ഈ 4FG1 ആണ് ഇതിൻ്റെ അകത്ത് എഞ്ചിൻ. 2400cc 84 bhp ആണ് ഇതിന് വരുന്നത്. അപ്പൊ ഇതിനകത്ത് എഞ്ചിൻ റൂമിനകത്ത് ഒരു ശകലം പോലും സ്ഥലമില്ല. അതാണ് അതിന്റെ കുഴപ്പം. അതിനകത്താണ് ഞാനും എൻ്റെ ഒരു ഫ്രണ്ട് സജി എന്ന് പറയും, മെക്കാനിക്കാണ്. പുള്ളിയാണ് അതിനകത്ത് കൂടുതലും ഇനിഷ്യേറ്റീവ് എടുത്തേക്കുന്നത്. അപ്പൊ അതിന്റെ ഫുള്ള് ഈ ഗിയർ പൊസിഷൻ ഇതിൻ്റെ അകത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, ഇത് നമ്മുടെ സാധാരണ ഹാൻഡ് ഗിയർ എന്ന് പറഞ്ഞാൽ 4+1 ആണ്. ഇത് 5+1 ആണ്. അത് ചെയ്യണം. അത് ഇച്ചിരി പ്രയാസമുള്ള കാര്യമാണ്. 5+1 പ്ലസ് ഇനിയും അടുത്ത പാതി ചെയ്തു വെച്ചേക്കുവാണ്. തിരിച്ച് ഞങ്ങള് പ്ലാറ്റ്ഫോം ഗിയറും കൂടെ കൊണ്ടുവരും. അപ്പം രണ്ടും നമുക്ക് യൂസ് ചെയ്യാം. അത് ചെയ്തില്ല, അതിന്റെ എല്ലാം ചെയ്തു വെച്ചേക്കുക. ഇനി അത് ഒരു 2-3 ദിവസത്തെ പണിയും കൂടെ ഉണ്ട്. അതെങ്ങനെയായിരിക്കും? അപ്പം നമുക്ക് രണ്ടും യൂസ് ചെയ്യാമെന്ന് പറഞ്ഞാല്, ഇത് യൂസ് ചെയ്യുവാണെങ്കിൽ ഇത് മാത്രം യൂസ് ചെയ്യണം. അത് യൂസ് ചെയ്യുകയാണെങ്കിൽ ഏതെങ്കിലും യൂസ് ചെയ്യുന്ന സമയത്ത് ന്യൂട്രൽ പൊസിഷൻ ഇട്ട് കൊടുത്താൽ മതി. ഡിസെൻഗേജ് ചെയ്യണം. ഫോർ എക്സാമ്പിൾ കോളം ഷിഫ്റ്റ് ആണെങ്കിൽ പ്ലാറ്റ്ഫോം നമ്മൾ ഡിസെൻഗേജ് ചെയ്ത് ന്യൂട്രൽ ആക്കി ഇട്ടേക്കണം. ഏതായാലും അങ്ങനെ നമുക്ക് യൂസ് ചെയ്യാം. അതൊരു ഇതും ഞാൻ ഒത്തിരി ഒരു 3-4 വണ്ടികളുടെ നമ്മൾ ആ സെലക്ടറും ഒക്കെ ചെക്ക് ചെയ്ത് ഒത്തിരി മെനക്കെട്ടിട്ടാണ് ആ രീതിയിൽ കൊണ്ടുവന്നത്. ഇത് നമുക്ക് മനസ്സിലാക്കാം, ഒരു റെട്രോ ഇതിന് വേണ്ടിയിട്ടാണ്. ഇത് 5 സ്പീഡ് തന്നെയാണ് റെട്രോ രീതിയിൽ കൊണ്ടുവന്നതാണ്. പക്ഷെ ഇത് ഇങ്ങനെ ആരും ചെയ്തിട്ടില്ല. അത് നമ്മുടെ ഒരു ഈ കാര്യം നമുക്ക് ടൗൺഷിപ്പിലൊക്കെ പണ്ടുള്ളവര് ഈ കോളം ഷിഫ്റ്റ് ഹാൻഡ് ഗിയർ മാറ്റിയിട്ട് താഴെ പ്ലാറ്റ്ഫോം ആക്കിയതിന്റെ കാര്യം എന്ന് പറഞ്ഞാല്, കണ്ടിന്യൂസ് സിറ്റി ഡ്രൈവിലാവുമ്പം നമുക്ക് തോളിന് വേദന എടുക്കും. അതുകൊണ്ടാണ് നമ്മൾ പ്ലാറ്റ്ഫോമിലേക്ക് വന്നത്. അത് നമ്മളെ സംബന്ധിച്ച് എനിക്ക് ഇഷ്ടമാണ്. എന്നാലും ചില സമയങ്ങളിൽ നമുക്കൊരു പ്രയാസം തോന്നാറുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് തിരിച്ച് ഇങ്ങനെയും കൂടെ. പിന്നെ ഈ വണ്ടി കൂടുതലും ലോങ് ട്രിപ്പ് പോകുന്നത്, ബാംഗ്ലൂർ, ഇപ്പോഴും പോകുന്നതാണ്. അങ്ങനെ ലോങ് ഡ്രൈവ് ഒക്കെ പോകുമ്പോൾ എസ്പെഷ്യലി ബാംഗ്ലൂർ ട്രാഫിക്കിലൊക്കെ അതൊരു ബുദ്ധിമുട്ടാവും. പിന്നെ ക്ലച്ച് അത്ര സോഫ്റ്റ് ആണ്. പെട്രോൾ വണ്ടിയുടെ ക്ലച്ചിനേക്കാളും നല്ല സോഫ്റ്റ് ആണ്. പിന്നെ റൈഡിങ് കംഫോർട്ടും അതേപോലെയാണ്. സസ്പെൻഷന്റെ കംപ്ലൈന്റ് ഒന്നും ഉണ്ടായിട്ടല്ല. ഞാൻ ഫുള്ള് ഷോക്ക് മാറി, അംബാസഡർ മാറി വേറെ വണ്ടിയുടെ ആക്കിയേക്കുന്നു. ഷോക്കാക്കി പുറത്തുനിന്ന് കൊണ്ടുവന്ന ഷോക്കാണ് വണ്ടിയുടെ. അത് കയറ്റി ഫ്രണ്ടും 4 ഷോക്ക്. പിന്നെ അതുപോലെ സസ്പെൻഷൻസ് ബുഷുകളെല്ലാം വേറെ ടൈപ്പ് ആക്കി. അങ്ങനെ അതുകൊണ്ട് നല്ല റൈഡിങ് കംഫർട്ട്. ഈവൻ ഇൻ റഫ് ആൻഡ് ടഫ് എന്ന് പറഞ്ഞ രീതിയിൽ ഓടിയാലും കുഴപ്പമില്ല. അങ്ങനത്തെ ആക്കി. ശരി. ഇത് ഈ ഡാഷ്ബോർഡ് തന്നെ എനിക്ക് തോന്നുന്നു Mark 4 മറ്റോ ആണെന്ന് തോന്നുന്നു. Mark 4 അതൊരു Mark 4 എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നു. അപ്പൊ അതിന്റെ ഒരു നൊസ്റ്റാൾജിക്കാണ് ഞാൻ അത് ഇങ്ങനെ ചെയ്തത്. ബ്ലോവർ ഒക്കെ ഇതിന്റെയാണ്. ബ്ലോവർ ഇതും ഞാൻ ചെയ്തു വെച്ചാണ്. ആക്ച്വലി ഇതിനകത്ത് കസ്റ്റമർ അല്ലെങ്കിൽ പണ്ട് നമ്മൾ ചെയ്യുന്ന ഈ ഇതെടുത്ത് ഇവിടെ വെച്ചിട്ട് ഇവിടെയാണ് ബ്ലോവർ വരുന്നത്. പിന്നെ അതൊരു വൃത്തികേടായതുകൊണ്ട് ഞാൻ സ്വന്തമായിട്ട് കസ്റ്റം ചെയ്തതാണ് ഇതെല്ലാം ചെയ്തു വെച്ചത്. 4 ബ്ലോവേഴ്സ് ഉണ്ട്. 4 ബ്ലോവേഴ്സ് ഉണ്ട്. സാധാരണ അങ്ങനെ ചെയ്യുമ്പോൾ 3 ബ്ലോവേഴ്സ് മിഡിൽ മാത്രമേ വരുന്നുള്ളൂ. ഇതിപ്പോ ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും എല്ലാം വരുന്നുണ്ട്. പിന്നെ നമ്മൾ ഇത് കൺസോള് മാറ്റാൻ കാരണം എന്ന് പറഞ്ഞാല്, കൺസോള് വെക്കാം, അന്നേരം ഗിയർ സിസ്റ്റത്തിന്റെ ഇവിടെ ഒരു ചെറിയൊരു ബോക്സ് വരുന്നുണ്ട്. അതിനാലാണ് അത് എന്തെങ്കിലും ഒന്ന് ചെയ്യേണ്ട വന്നാൽ പിന്നെ ഇത് മൊത്തം ഇളക്കണ്ടല്ലോ എന്ന് വിചാരിച്ചാണ് അത് കസ്റ്റമൈസ് ചെയ്ത്. ഇത് ഫസ്റ്റ് നമ്മൾ സാധാരണ ഉള്ളതുപോലെ തന്നെ ഹാൻഡ് ഗിയറിന്റെ വണ്ടിയുടെ എല്ലാം സോഫ്റ്റ് ആണ്. സെക്കൻഡ്, തേർഡ്, ഫോർത്ത്, ഇതാണ് ലാസ്റ്റ് 5th.
ഗിയർ ആണ് ഫോർവേഡ്. നേരെ താപ്പോട്ട്. ഡ്രൈവർ സീറ്റ് എന്ന് പറഞ്ഞാൽ ഫുള്ളി ഇലക്ട്രിക്കലാണ്. എല്ലാം ഉണ്ട്. ലംബോ സപ്പോർട്ട് ഉണ്ട്, ഹൈറ്റ് അഡ്ജസ്റ്റ്മെന്റ് ഉണ്ട്, നമുക്ക് ബാക്കിലോട്ട് അഡ്ജസ്റ്റ് ചെയ്യാം. എല്ലാം ഫുള്ളി ഇലക്ട്രിക്കലാണ് ഇത് ചെയ്തേക്കുന്നത്. ആണ് ഇതാണ് ന്യൂട്രൽ. അത് ബസ്സില്ല. ശരിക്കും പിടിച്ച് ഇടും. ശരിക്കും സെക്കൻഡ് ഗിയർ എന്ന് പറഞ്ഞാൽ ഭയങ്കര ട്രാവൽ വളരെ കുറവാണ്, വളരെ സ്മൂത്താണ്. ഞാൻ ഇത്രയും ഒരിക്കലും പ്രതീക്ഷിച്ചില്ല കേട്ടോ. അപ്പൊ ഈ വണ്ടി ഓടിച്ചപ്പോഴേ ഒരു ശരിക്കും അംബാസഡർ ഓടിക്കുന്ന ഒരു ഫീലില്ല. ഫസ്റ്റ് ഓഫ് ഓൾ ഭയങ്കര സൈലന്റ് ആണ്. സസ്പെൻഷൻ ഭയങ്കര അൾട്രാ സ്മൂത്ത് എന്നൊക്കെ പറയാവുന്ന രീതിയിലാണ്. ഇത് എനിക്ക് കുറച്ചും കൂടെ സോഫ്റ്റ് ആയിട്ട് തോന്നി ഈ ഹാൻഡ് ഗിയർ ആക്കിയപ്പോഴാണ്, ഈ പ്ലാറ്റ്ഫോം ഗിയറിനേക്കാളും. ആണല്ലേ? ഇതിന്റെ സ്റ്റിയറിംഗ് ശരിക്കും HMന്റെ തന്നെയല്ലേ? ആണ്. പവർ സ്റ്റിയറിംഗ് കമ്പനി സ്റ്റിയറിംഗ് ആണെങ്കിലും ഇത് ഭയങ്കര ഒരു മഷി റൈഡാണ്. ആ കാലത്ത് കേട്ടിട്ടുണ്ട് ഒരുപാട്. ഈ HM ഇതിന് ഇസൂസുവിന്റെ ഇത് വന്നപ്പോഴേ ഭയങ്കര ഒരു മഷീനസ് ഫീൽ ചെയ്തിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഇപ്പൊ നമ്മള് ചെളി കൂടെ ഒക്കെ പോകുമ്പോ വണ്ടി കൈ നിൽക്കാത്ത പോലെ ഫീൽ ചെയ്യും. അതേപോലെ തന്നെ ഇപ്പൊ നമ്മളൊരു ടേണിംഗ് ഒക്കെ എടുക്കുമ്പോഴേ കോർണർ ചെയ്യുമ്പോ ഓവർ സ്റ്റിയർ ആവും. ആ കാലത്ത് ഒത്തിരി ആക്സിഡന്റ്സ് അങ്ങനെ ഉണ്ടായിട്ടുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. അത് കറക്റ്റ് ആണ്. എനിക്കത് ഫീൽ ചെയ്യുന്നുണ്ടല്ലേ? ഈ പവർ സ്റ്റിയറിംഗ് കേടാവുന്നതിന്റെ അന്ന് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അംബാസഡറിലെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് നമ്മൾ അധികം കണ്ടിട്ടില്ല അല്ലേ? ഇത് ശരിക്കും ഫീച്ചർ ലോഡഡ് ആയിട്ടുള്ള ഒരു അംബാസഡർ കാറാണ്. പലതും ഹിന്ദുസ്ഥാൻ മോട്ടോഴ്സ് OE ആയിട്ട് കൊടുത്തതും പലതും കസ്റ്റമൈസ് ചെയ്തതും. ഈ വാഹനത്തെ പറ്റിയുള്ള റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടമായോ? ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇനി ഇതുപോലെ വ്യത്യസ്തമായ വാഹനങ്ങളെ പരിചയപ്പെടാം വീലോസിറ്റിയിലൂടെ. മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ സ്റ്റേ ട്യൂൺഡ്. ഹാപ്പി മോട്ടറിംഗ്.